പ്രിയപ്പെട്ടവരെ, നമ്മുടെ തീർത്ഥയാത്ര നമുക്ക് ഒരുമിച്ച് തുടരാം. ഇന്ന് നമ്മൾ തീർത്ഥാടനത്തിനായിട്ട് പോകുന്നത് ഇറ്റലിയിലെ നേപ്പിൾസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, നാപ്പോളി അല്ലെങ്കിൽ നേപ്പിൾസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വിശുദ്ധ ജന്നാരിയോയുടെ ദേവാലയത്തിലേക്കാണ്. റോമിൽ നിന്ന് ഏകദേശം 180 കിലോമീറ്ററാണ് നേപ്പിൾസിലേക്ക്. നമ്മൾ റോമിൽ നിന്ന് ട്രെയിൻ എടുത്ത് ആണ് പോകുന്നത്. റീജിയണൽ ട്രെയിനിൽ 2 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേപ്പിൾസിലെത്തി. അവിടെ നിന്ന് മെട്രോ എടുത്തു കഴിഞ്ഞാൽ 15-20 മിനിറ്റിനുള്ളിൽ നമ്മൾ വിശുദ്ധ ജന്നാരിയോയുടെ ദേവാലയത്തിലേക്ക് എത്തുകയാണ്. ഇത് 14-ാം നൂറ്റാണ്ടിൽ പണി തീർന്ന വളരെ വലിയ ഒരു കത്തീഡ്രൽ ദേവാലയമാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ തീർത്ഥയാത്രയ്ക്കായിട്ട് വരുന്നത് വിശുദ്ധ ജന്നാരിയോയുടെ അടുത്തേക്കാണ്. വിശുദ്ധ ജന്നാരിയോ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വിശുദ്ധനാണ്. വിശുദ്ധ ജന്നാരിയോ ഒരു ബിഷപ്പായിരുന്നു. ക്രിസ്ത്യാനികളെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുവാനുള്ള ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞയനുസരിച്ച് വിശ്വാസികളെ കൊല ചെയ്യപ്പെടുന്ന ആ കാലഘട്ടത്തിൽ തൻ്റെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജന്നാരിയോ. വിശുദ്ധ ജന്നാരിയോയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ വളരുവാനായിട്ട്, കൃപയിൽ വളരുവാനായിട്ട് നമുക്ക് അവിടുത്തെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് വിശുദ്ധ ജന്നാരിയോയുടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു വിശുദ്ധ ദേവാലയമാണ്. ഇത് നേപ്പിൾസിലെ കത്തീഡ്രൽ ദേവാലയം കൂടിയാണ്. വിശുദ്ധ ജന്നാരിയോയുടെ ബസിലിക്ക ദേവാലയത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ ദൈവ സാന്നിധ്യമുണ്ട്. ഒത്തിരി ആളുകൾ ഈ ദേവാലയം കാണുവാനായിട്ട്, ഇവിടെ നാപ്പോളിയിൽ തീർത്ഥാടനത്തിനായിട്ടും അല്ലെങ്കിൽ ടൂറിസ്റ്റുകളായിട്ട് എത്തുന്നവരെല്ലാവരും തന്നെ ഈ ദേവാലയത്തിനകത്ത് കയറി കണ്ടും പ്രാർത്ഥിച്ചൊക്കെയാണ് പോകുന്നത്. വലിയൊരു ദേവാലയം മാത്രമല്ലിത്, മറിച്ച് എല്ലാ വർഷവും ഒത്തിരി അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ദൈവ കൂടാരം തന്നെയാണിത്. അൾത്താരയും അതോടൊപ്പം തന്നെ മുകളിലത്തെ സീലിംഗ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കാണാം. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അൾത്താരയുടെ മുകളിലായിട്ട് കാണുന്ന ഡോമും അവിടെയുള്ള പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ സീലിങ്ങിൽ ഉള്ള പെയിൻറ്റിങ്ങുകളൊക്കെ വളരെ മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുക. അത് നമുക്ക് ക്യാമറയിൽ അത്ര മനോഹരമായിട്ട് നമുക്ക് തോന്നുകയില്ലെങ്കിൽ പോലും വളരെ വ്യത്യസ്തമായ പെയിൻറ്റിങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. 14-ാം നൂറ്റാണ്ടിൽ പണിതീർത്ത ഒരു ദേവാലയമാണിത്. ഇത് കത്തീഡ്രൽ ഓഫ് അസംഷൻ ഓഫ് മേരി എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണമാണ് മെയിനായിട്ട് ചിത്രീകരിച്ചിരിക്കുക. അൾത്താരയുടെ നേരെ താഴെ വരുന്ന വലിയൊരു ക്രിപ്തയുണ്ട്. ആ ക്രിപ്തയിലാണ് വിശുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സംസ്കരിച്ചിരിക്കുക. നമുക്ക് ക്രിപ്തയിലേക്ക് നീങ്ങാം. ഇവിടെ ഇതാ ക്രിപ്ത ദി സാൻ ജന്നാരോ എന്ന് എഴുതി വച്ചിട്ടുണ്ട്. നമുക്ക് ഈ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ അടിയിലുള്ള വലിയ ഒരു അണ്ടർഗ്രൗണ്ട് ചാപ്പലിലേക്ക് പ്രവേശിക്കാം. ഇവിടെ ആണ് വിശുദ്ധൻ്റെ ശിരഛേദനം ചെയ്യപ്പെട്ട തലയുടെ ഭാഗങ്ങൾ, തലയോട്ടിയും മറ്റും സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ വിശുദ്ധനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. വിശുദ്ധ ജന്നാരോ നേപ്പിൾസിലാണ് ജനിച്ചത്. ബൊനവന്തൂരയിലെ മെത്രാനായിരുന്നു. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡനം കൊടുമ്പിരി കൊള്ളുന്ന ആ കാലത്ത് മിഫനോയിലെ ഡീക്കൻ സോഫിയൂസ്, പുഫുവോയിലെ ഡീക്കൻ പ്രൊക്കുളൂസ് തുടങ്ങിയ ഏതാനും ഡീക്കന്മാരെയും അൽമായരെയും അറസ്റ്റ് ചെയ്ത് വധിക്കാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ ബിഷപ്പ് ജന്നാരോ അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് ജയിലിലേക്ക് ചെന്നു. ഫലം രക്തസാക്ഷിത്വമായിരുന്നു. കാരാഗൃഹത്തിൽ അടച്ചിരിക്കുന്നവരെ ഒരു വലിയ ക്രിസ്ത്യാനി സന്ദർശിച്ചുവെന്ന് കാവൽക്കാരൻ രാജാവിനെ അറിയിച്ചു. ഈ വിവരം കണക്കിലെടുത്ത ജന്നാരോ മെത്രാനെ അറസ്റ്റ് ചെയ്തു. കൂടെയുണ്ടായിരുന്ന ഡീക്കൻ ഫെസ്റ്റ്യൂസിനെയും ദെഫിദൊരത്തോസ് എന്ന ഷമ്മാസിനെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. 3 പേരെയും മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുവാനായിട്ട് ചക്രവർത്തി ആജ്ഞാപിച്ചു. വന്യമൃഗങ്ങൾ അവരെ തൊട്ടില്ല. ഉടനെ തന്നെ ശിരഛേദനം ചെയ്യുവാനായിട്ട് കൽപ്പനയുണ്ടായി. അങ്ങനെ വിശുദ്ധ ജന്നാരോയെ ശിരഛേദനം ചെയ്തു. ഇതൊക്കെ കണ്ട് ഇതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഭക്തസ്ത്രീയായ യൂസേബിയ
വിശുദ്ധൻ്റെ ഛേദിക്കപ്പെട്ട മൃതശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിക്കുന്നത് കണ്ട് ആ രക്തം 2 കുപ്പികളിൽ ശേഖരിക്കുകയുണ്ടായി. പിന്നീട് മൃതദേഹം മറ്റൊരിടത്ത് മറവ് ചെയ്യുകയും, എന്നാൽ ഈ രക്തം എപ്പോഴും അവൾ കൂടെ കൊണ്ടു നടക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുക. പതിറ്റാണ്ടുകൾക്ക് ശേഷം വിശുദ്ധ ജന്നാരോയുടെ തിരുശേഷിപ്പുകൾ സംസ്കരിച്ച സ്ഥലത്ത് നിന്ന് ബിഷപ്പ് സെവറോസ് നെപ്പോളിയൻ കാറ്റക്കോമ്പുകളിലേക്ക് കൊണ്ടുപോയപ്പോൾ ചേതനം ചെയ്ത ആ തലയുടെ സാന്നിധ്യത്തിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉണങ്ങിയ രക്തം അത് ദ്രാവകമായിട്ട് ആദ്യമായിട്ട് മാറി എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് എല്ലാ വർഷവും ഈ രക്തം 2 തവണയെങ്കിലും ദ്രാവകമായിട്ട് മാറുന്ന വലിയ ഒരു അത്ഭുതം നടക്കുന്നു. അതിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഒത്തിരി ആളുകൾ ഇവിടെ കൂടാറുണ്ട്. പ്രത്യേകമായിട്ട് വിശുദ്ധൻ്റെ തിരുനാൾ ദിനത്തിലും പിന്നെ മെയ് 1 ആണ് ഈ ഒരു വലിയ അത്ഭുതം നടക്കപ്പെടുന്നത്. രക്തം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ ദേവാലയത്തിലാണ്. ദേവാലയത്തിലെ കാണുന്ന ഈ ഒരു വലിയ കപ്പേളയിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ രക്തം അങ്ങനെ ദ്രാവകമായിട്ട് മാറിയില്ലെങ്കിൽ, വർഷത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ മാറിയില്ലെങ്കിൽ നേപ്പിൾസിന് എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കുമെന്നുള്ളൊരു വിശ്വാസവും ഇവിടെ രൂപപ്പെട്ടു. കാരണം ഈ നേപ്പിൾസിലെ പോംബെയിൽ വെസൂവിയൂസ് എന്ന അഗ്നിപർവ്വതം AD 79 ശേഷം 1944 വീണ്ടും പൊട്ടിത്തെറിക്കുകയും ഒത്തിരി പേരുടെ മരണത്തിന് കാരണമാവുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ പോംബെ നഗരത്തെ മുഴുവനായിട്ടും ഒരു 13 കിലോമീറ്ററോളം അത് പൊട്ടിത്തെറിച്ച് ഒത്തിരി നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അതുമൂലമാണ് ഇങ്ങനെയൊരു വിശ്വാസം ഇവിടുത്തെ നാപ്പോളി ജനതയ്ക്ക് ഉണ്ടാകാനായിട്ട് കാരണമായത്. ഇവിടുത്തെ തിരുനാളുകളൊക്കെ വളരെ ആഘോഷപൂർവ്വമാണ്. ഇന്ന് നമ്മൾ തിരുനാൾ ദിവസമൊന്നും അല്ല വന്നതെങ്കിൽ തന്നെയും ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. നമുക്കും ഇന്നേ ദിവസം വിശുദ്ധ ജന്നാരോയുടെ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അവിടുത്തെ വലിയ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ നമുക്കും നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് വിശുദ്ധ ജന്നാരോയുടെ മാധ്യസ്ഥം വഴി നമുക്ക് ഉയർത്താം. അവിടുത്തെ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുവാൻ, അവിടുത്തെ സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി, വിശ്വാസ തീഷ്ണതയോടുകൂടെ ജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദേവാലയത്തിൻ്റെ ഇടതുവശത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു വലിയ ബാപ്റ്റിസ്റ്ററി കാണാനായിട്ട് സാധിക്കും. ബിഷപ്പ് സെവറോസ് 400 പണിയിപ്പിച്ച ഒരു വലിയ ബാപ്റ്റിസ്റ്ററിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. മാമോദീസ കൊടുക്കുവാനായിട്ടൊക്കെ നിർമ്മിച്ച ഒരു വലിയ ബാപ്റ്റിസ്റ്ററി. ഇത് അറിയപ്പെടുക ബാപ്റ്റിസ്റ്ററി ഓഫ് സാൻ ജോവാനി ഇൻ ഫോന്തെ എന്നാണ് അറിയപ്പെടുക. ഇവിടുത്തെ വർക്കുകളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മൊസൈക്ക് കൊണ്ട് ചെയ്തിരിക്കുന്ന വർക്കുകളാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഡൂം വളരെ വ്യത്യസ്തമായിട്ടുള്ള മൊസൈക്ക് വർക്ക് കൊണ്ട് മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഡൂമും അതോട് ചേർന്നിട്ടുള്ള പെയിൻറ്റിങ്ങുകളൊക്കെ നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഇത് 3-ാം നൂറ്റാണ്ടിലെ സാന്ത റെസ്തുയത ദേവാലയം നവീകരിച്ചതാണെന്നാണ് പറയുക. അങ്ങനെ ഇന്നത്തെ തീർത്ഥാടനത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഈ വലിയ ദേവാലയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കടന്നു ചെന്ന് കാണുവാനായിട്ട് സാധിച്ചതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷത്തോടും ദൈവാനുഭവത്തോടും കൂടെ നമുക്ക് ദേവാലയത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് ഈ വിശുദ്ധൻ്റെ പ്രത്യേക മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ഉയർത്താം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും വിശുദ്ധ ജന്നാരോയുടെ പ്രത്യേക മാധ്യസ്ഥവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.